വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് സംശയിക്കുകയും ആരോപണ വിധേയനായി നിൽക്കുകയും ചെയ്യുന്ന മന്ത്രി ശ്രീ KT ജലീൽ തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഇപ്പോൾ തെളിവുകൾ നശിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ശ്രീ KT ജലീൽ അധികാരത്തിൽ തുടരുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്ന ആരോപണം ഉയർന്നപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതി മന്ത്രി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ഓഗസ്റ്റ് 6-ന് മന്ത്രി തന്റെ ഫേസ്ബുക്കിൽ പ്രതികരിച്ച വാചകങ്ങളാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് UAE കോൺസുലേറ്റ് അയച്ച വിശുദ്ധ ഖുർആൻ അടങ്ങുന്ന പാക്കറ്റുകൾ എടപ്പാളിലും ആലത്തൂരിലുമുള്ള 2 സ്ഥാപനങ്ങളിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിൽ ഒന്നുപോലും വിതരണം ചെയ്തിട്ടില്ല എന്നും കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ലോക്ക്ഡൌണിന് ശേഷം മാത്രമേ ഈ ഖുർആൻ കോപ്പികൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നും മന്ത്രി ജലീൽ പറഞ്ഞതായി അദ്ദേഹം തന്നെ തന്റെ ഫേസ്ബുക്കിൽ പറയുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവശേഷിക്കുന്ന പാക്കറ്റുകളിലും അയച്ച പാക്കറ്റുകളിലും തമ്മിലുള്ള തൂക്കത്തിന്റെ വ്യത്യാസം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 20 കിലോ വ്യത്യാസമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജലീൽ തെളിവുകൾ നശിപ്പിക്കുന്നത്. മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാതെ ഒരു പ്രത്യേക മാധ്യമ പ്രവർത്തകയോട് മാത്രം അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, സിയാറ്റിൽ വന്ന പാക്കറ്റുകൾ എന്താണ് ചെയ്തത്? ഒരു പാക്കറ്റ് അവിടുത്തെ ജീവനക്കാർ പൊട്ടിച്ചു. നല്ല ഭംഗിയായി പ്രിന്റ് ചെയ്ത ഖുർആനുകളാണ്.
അവിടുത്തെ ജീവനക്കാർ ഓരോ കോപ്പി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ, അവിടുത്തെ ഇതര മതസ്ഥരായ ജീവനക്കാരും ഓരോ കോപ്പി ചോദിച്ചു. അങ്ങനെ 24 കോപ്പികൾ അവിടുത്തെ ജീവനക്കാർ എടുത്തു. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആന്റെ കോപ്പികൾ വിപണിയിൽ കിട്ടുന്ന ഒന്നല്ലല്ലോ. എന്തിനാണ് 24ന്റെ കണക്ക് ഇപ്പോ വന്നത്? ഒരു ഖുർആന് 1 കിലോയിൽ താഴെയാണ് തൂക്കം. 20 കിലോ കണക്കാക്കാൻ വേണ്ടി 24 കോപ്പിയുടെ ഒരു കണക്കുമായി ഇപ്പോൾ ജലീൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് വിപണിയിൽ കിട്ടുന്ന സാധനമല്ല എന്ന നിലക്കാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിപണിയിൽ കിട്ടാത്ത ഒന്നല്ല. പല ബുക്ക് സ്റ്റാളിലും പോയാൽ ആർക്കും കിട്ടും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇത് കിട്ടുക. ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ തന്നെ 1 ഡസനിലധികം ബുക്ക് സ്റ്റാളുകളിൽ ഈ ഖുർആന്റെ കോപ്പികൾ ആർക്കും ലഭ്യമാണ്. ജലീൽ ആരെയാണ് കബളിപ്പിക്കാൻ നോക്കുന്നത്? എന്തിനാണ് വിപണിയിൽ കിട്ടാത്ത ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് ജലീൽ കള്ളം പറഞ്ഞത്? ഇപ്പോ ജീവനക്കാരെ നിർബന്ധിക്കുകയാണ് 24 കോപ്പി അവർ എടുത്തു എന്ന് പറയാൻ വേണ്ടി. ഇന്ന് രാവിലെ എന്ന് പറയാൻ കഴിയില്ല, പുലർച്ചെ സിയാറ്റിലെ ഇപ്പോഴത്തെ MD സുരേഷ് കുമാറുമായും മുൻ MD അബ്ദുറഹ്മാനുമായും എന്തിനാണ് ദുരൂഹമായ സാഹചര്യത്തിൽ ജലീൽ കൂടിക്കാഴ്ച നടത്തിയത്? ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. അതുമാത്രമല്ല, മെനിയാന്ന് വെള്ളിയാഴ്ച അടിയന്തരമായ ഒരു ഉത്തരവ് സിയാറ്റിൽ ഇറങ്ങി. 11/9/2020 ഇറങ്ങിയ ഉത്തരവാണ്. സിയാറ്റിലെ പല ജീവനക്കാരെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈ ജീവനക്കാരെ സ്ഥലം മാറ്റിയത് തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മന്ത്രി ജലീൽ എന്തിനാണ് അധികാരത്തിൽ കടിച്ചു തൂക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ടിപ്പോ മന്ത്രി മത നേതാക്കളെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഖുർആൻ കൊണ്ടുവന്നതിന്റെ പേരിൽ ഞാൻ രാജിവെക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രതിപക്ഷം അങ്ങനെ ആവശ്യപ്പെടുന്നു. ഖുർആൻ കൊണ്ടുവന്നതിന്റെ പേരിൽ രാജിവെക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് മത നേതാക്കളോട് ജലീൽ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനെയും മതവിശ്വാസികളെയും പരിചയാക്കി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് KT ജലീൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ കെണിയിൽ മതവിശ്വാസികൾ വീഴില്ല, മത നേതാക്കളും വീഴില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഇത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല. വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനെന്തിനാണ് ജലീൽ മത നേതാക്കളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്? അതിനെന്തിനാണ് ജലീൽ വിശുദ്ധ ഖുർആന്റെ മേൽ ഈ പഴിചാരി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഒരു നിമിഷം പോലും മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല. ഒരു നിമിഷം തുടർന്നാൽ അത്രത്തോളം ഈ കേസ് അട്ടിമറിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ആ സ്ഥാനത്ത് മന്ത്രി ജലീൽ തുടരുന്നത്. ജലീൽ ഒരു ഭാഗത്ത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ മറുഭാഗത്തും തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്വർണ്ണക്കടത്തിലെ കേസിലെ പ്രതികൾക്കൊക്കെ വയറുവേദനയാണ്. ഇടക്കിടക്ക് ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. 7-ാം തീയതി സ്വപ്ന സുരേഷ് തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം ശനിയാഴ്ച മെഡിക്കൽ ബോർഡ് പറഞ്ഞു ഒരു അസുഖവുമില്ല, ഡിസ്ചാർജ് ചെയ്തു. ഇന്നലെ വീണ്ടും സ്വപ്ന സുരേഷിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. 1/2 മണിക്കൂർ വ്യത്യാസത്തിൽ റമീസിനെയും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. 2 പേരും ഒരേ ആശുപത്രിയിൽ. ഇപ്പൊ ജയരാജന്റെ മകനെതിരെ ആരോപണം ഉയർന്നപ്പോ വീണ്ടും 2 പേർക്കും വയറുവേദന.
രണ്ടുപേരും ആശുപത്രിയിൽ. ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ന്യായമായി ഞങ്ങൾ സംശയിക്കുന്നു. ജലീലും മന്ത്രിപുത്രന്മാരും പാർട്ടി സെക്രട്ടറിയുടെ മക്കളും എല്ലാവരും ചേർന്നുള്ള കൂട്ടുകച്ചവടം, ഈ കൂട്ടുകച്ചവടവും ഈ കൊള്ളയും ഈ സ്വർണ്ണക്കടത്തും ഈ മയക്കുമരുന്ന് കച്ചവടവും ഒക്കെ പുറത്തു വന്നപ്പോ അധികാരത്തിന്റെ തണലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഈ സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് അടിയന്തരമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ ജയിലിലേക്ക് മാറ്റണം. അവർ ആശുപത്രിയിൽ വെച്ച് ആരുടെയെങ്കിലും ഫോണിൽ സംസാരിച്ചോ എന്ന കാര്യം പരിശോധിക്കണം. സ്വപ്ന സുരേഷ് ആശുപത്രിയിലുള്ള സമയത്ത് എന്തിനാണ് മന്ത്രി AC മൊയ്തീൻ അതേ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ഇത് നിസ്സാര കാര്യമാണോ? ഒരു ചെറിയ വയറുവേദന വന്നാൽ ജയിലിൽ ഡോക്ടർമാരില്ലേ? എന്തിനാ ഇവരെ ആശുപത്രിയിൽ ഇടക്കിടക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്? ഇവരെ ജയിലിൽ നിന്ന് പുറത്ത് കടത്തുകയാണ്. എന്നിട്ട് ആവശ്യമായ മൊഴി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ഈ കേസ് അട്ടിമറിക്കുന്നതിനെതിരായി ജലീൽ ഉൾപ്പെടെ മന്ത്രിസ്ഥാനത്ത് തുടർന്ന് സ്വർണ്ണക്കള്ളക്കടത്തിന് ഒത്താശ ചെയ്തവർക്ക് സഹായകരമാകുന്ന രീതിയിൽ തെളിവുകൾ നശിപ്പിക്കുകയോ തെളിവുകൾ തങ്ങൾക്ക് അനുകൂലമായി വ്യാജമായി നിർമ്മിക്കുകയോ ചെയ്യുന്നതിനെതിരായി സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ന് രാവിലെയും കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ MSF പ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ അതിക്രൂരമായി തല്ലിച്ചതക്കുകയാണ് പോലീസ് ചെയ്തത്. 20-ലധികം പ്രവർത്തകർ സാരമായി പരിക്കേറ്റ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിന്റെ ലാത്തിയടി കൊണ്ട്, പോലീസിന്റെ ആയുധങ്ങൾ കൊണ്ട് ഈ സമരത്തെ പിന്മാറ്റാൻ സാധിക്കുമെന്ന് ഈ സർക്കാർ കരുതുന്നുവെങ്കിൽ അത് തെറ്റായ ധാരണയാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സർക്കാരിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഇന്ന് പുലർച്ചെ ആരും അറിയാതെ സിയാറ്റിലെ MD സുരേഷ് കുമാറും അതുപോലെ തന്നെ മുൻ MD അബ്ദുറഹ്മാൻ, ഈ അബ്ദുറഹ്മാനുള്ള സമയത്താണ് ഈ ഖുർആനിന്റെ പാക്കറ്റുകൾ വന്നത്. മാത്രമല്ല ഈ ഖുർആൻ പാക്കറ്റ്, ഈ വന്ന പാക്കറ്റ് തന്നെയാണോ മലപ്പുറത്തേക്ക് പോയത് എന്ന കാര്യം സംശയമുണ്ട്. ഇത് വഴിയിൽ എവിടെ വെച്ചെങ്കിലും മാറ്റിയിട്ടുണ്ടോ? വന്ന പാക്കറ്റുകൾ സ്വർണമാണെങ്കിൽ ആ സ്വർണം എത്തേണ്ട ആളുകൾക്ക് എത്തിച്ചു. ഇപ്പൊ അതിന്റെ തൂക്കത്തിലെ വ്യത്യാസത്തിന് പകരമായി അവരോട് അവിടെയുള്ള ജീവനക്കാരോട് എടുത്തു എന്ന് പറയാൻ നിർദ്ദേശിച്ച് പകരം കുറച്ച് വിശുദ്ധ ഖുർആൻ അടങ്ങിയ പാക്കറ്റുകൾ മലപ്പുറത്തേക്ക് അയച്ചതാണോ എന്ന ന്യായമായ സംശയമാണ് ഇപ്പോൾ ഞങ്ങൾ ഉയർത്തുന്നത്. ഈ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഇവരുമായി ദുരൂഹമായി കൂടിക്കാഴ്ച. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 2 ദിവസം മുമ്പാണ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന്റെ തലേ ദിവസം ജീവനക്കാരെ സ്ഥലം മാറ്റുന്നു. ഇതെല്ലാം ദുരൂഹതയാണ്. ഇത് തെളിവുകൾ നശിപ്പിക്കാനാണ് എന്ന് ന്യായമായി ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു മതാചാര്യൻ ജലീലിന് വേണ്ടി സംസാരിച്ചത് അദ്ദേഹവും കള്ളക്കടത്തിൽ പങ്കുകാരനാവുന്നതുകൊണ്ടാണ് ആരോപണം കേൾക്കുന്നത്. കോഴിക്കോട് തന്നെയുള്ള ഒരാൾ. അത് ഗുരുതരമായ ആരോപണമാണ്. എന്താണ് ഒരു മതാചാര്യൻ ജലീലിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അത് അദ്ദേഹവും ഈ കള്ളക്കടത്തിൽ പങ്കുകാരനായതുകൊണ്ടാണ് എന്നൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരിശോധിക്കണം. അത് അന്വേഷിക്കണം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, മത നേതാക്കളെയൊക്കെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ സാധൂകരണമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഒരു സ്വർണ്ണക്കള്ളക്കടത്തിനെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് മത നേതാക്കൾക്ക് സാധിക്കുന്നത്? കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ ഇന്ന് വരെ ഖുർആൻ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ടോ? ഒരാൾക്കും ആക്ഷേപമില്ല.
ഇന്നുമില്ല, നാളെയുമില്ല. ഖുർആന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് സ്വർണം കടത്താൻ സൗകര്യം ചെയ്തതിനെയാണ് ഇപ്പോൾ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിനെങ്ങനെയാണ് മത നേതാക്കൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? അങ്ങനെ ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ഇടപാടും ദുരൂഹമാണ്. ഏതെങ്കിലും മത നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചാണ് അത്തരം പ്രസ്താവന ഇറക്കിയതെങ്കിൽ അവർ പുനരാലോചന നടത്തണം. കാരണം ഇത് ഖുർആൻ കൊണ്ടുവന്നതിനെ അല്ല വിമർശിക്കുന്നത്. അങ്ങനെ ഒരാളും വിമർശിച്ചിട്ടില്ല. ഖുർആൻ നിരോധിക്കപ്പെട്ട ഗ്രന്ഥമാണോ എന്ന് മറുപടി പറയണം ലീഗ് എന്നൊക്കെയാണ് AK ബാലൻ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇവരെവിടേക്കാണ് ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഇതാണ് ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം. പക്ഷെ ആവശ്യം വരുമ്പോ ഈ കാർഡ് ഉയർത്തും. ഒന്നുകിൽ ഇസ്ലാം കാർഡ്, അല്ലെ ഹിന്ദു കാർഡ്, അല്ലെ ക്രൈസ്തവ കാർഡ്. ഇപ്പൊ ഖുർആനാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഖുർആൻ പോലും എതിരായി സാക്ഷി പറയാണ് ജലീലിനെതിരായിട്ട്. ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷയാണ് ജലീൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല വേദികളിലും ഖുർആൻ ഉയർത്തിപ്പിടിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കള്ളം പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഇങ്ങനെ വരും എന്ന് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരുന്ന ആളുകളെങ്കിലും മനസ്സിലാക്കണം. ഒരു കാര്യം, ഈ 24 എണ്ണം മാറ്റി എന്ന് പറയുന്നത് ഈ 20 ഇതില് ഈ ഒരെണ്ണം 1 കിലോയാണ്, 1 കിലോയിൽ താഴെയാണ്. അപ്പൊ ഈ 20 കിലോ എന്നുള്ളത് 20 കിലോയിലാണ് ഇതില്. പിന്നെ ഇപ്പൊ വ്യത്യാസം കാണുന്നത് 20 കിലോയുടെ വ്യത്യാസമാണ്. ഇപ്പോ ഇതിനകത്ത് പരിശോധന നടത്തിയപ്പോ 20 കിലോയുടെ വ്യത്യാസമാണ് കാണുന്നത്. അപ്പൊ 20 കിലോക്ക് സമമായി ഒരു 24 എണ്ണം ഒപ്പിക്കുകയാണ്. എന്നിട്ട് ജീവനക്കാർ, സർക്കാർ ജീവനക്കാരല്ലേ, മന്ത്രിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സിയാറ്റ് എന്ന് പറയുന്നത്. മന്ത്രി സിയാറ്റിന്റെ ചുമതല വഹിക്കുന്ന ചെയർമാൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരോട് നിങ്ങൾക്ക് ഇത് കിട്ടി എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അവരത് പറയേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഭീഷണിയാണ്. 20 കിലോ തന്നെയാണ് സംശയിക്കുന്നു. അത് 20 കിലോ സ്വർണ്ണമാണെന്ന് ന്യായമായി സംശയിക്കുന്നു. ഇപ്പൊ 32 പാക്കറ്റാണ് മന്ത്രിക്ക് വന്നത് എന്ന് പറയുന്നത്. അതിലധികം കിലോ വന്നിരുന്നുവെന്നും മന്ത്രിക്ക് വന്നത് അതിനകത്തുനിന്ന് 32 പാക്കറ്റാണ് എന്ന് പറയുന്നു. അതിനകത്ത് ഇപ്പൊ 20 കിലോയുടെ വ്യത്യാസമാണ് കണ്ടെത്തിയത്. ആ 20 കിലോക്ക് സമമായി ഇപ്പൊ തെളിവുകൾ ഉണ്ടാക്കുകയാണ്. ഇനി അതിൽ തന്നെ ആ 32 പാക്കറ്റുകൾ മാറ്റിയിട്ടുണ്ടോ? കാരണം തൃശ്ശൂർ കഴിഞ്ഞപ്പോ ഇതിന്റെ GPS വർക്ക് ചെയ്യുന്നില്ല, ഈ വാഹനത്തിന്റെ. അതൊക്കെ ദുരൂഹതയുണ്ട്. അപ്പൊ ഇത് പുറത്തെവിടെന്നെങ്കിലും വന്ന ഈ ഖുർആൻ UAE അച്ചടിച്ച ഖുർആനാണോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. അത് പരിശോധിക്കണം. ഒരാൾ പറഞ്ഞത് സൗദി അറേബ്യയിൽ അച്ചടിക്കുന്ന ഖുർആനായിട്ടാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത് എന്നാണ്. അത് പരിശോധിക്കണം. അപ്പൊ ഇത് പുറത്ത് എവിടെന്നെങ്കിലും ഈ ഖുർആൻ പകരമായി വെച്ചതാണോ എന്നത് പരിശോധിക്കണം. അതിന് ഈ മലപ്പുറത്തെ 2 സ്ഥാപനങ്ങളെ വെറുതെ ആ പാവങ്ങളെ ഇതിനകത്തേക്ക് വലിച്ചിഴച്ചതാണോ എന്നത് പരിശോധിക്കണം. മന്ത്രി അറിഞ്ഞുകൊണ്ട് ഇതിന് കൂട്ടുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മന്ത്രിയുടെ പല സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ്, മാധ്യമങ്ങളെ അറിയിക്കാതിരുന്നത്, ഇങ്ങനെ തലയിൽ മുണ്ടിട്ട് ഒരു കുറ്റാന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ പോയത് മാധ്യമങ്ങളുടെ പൊള്ളത്തരം പുറത്ത് കാണിക്കാനാണെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. തലയിൽ മുണ്ടിട്ട് പോയാൽ എങ്ങനെയാണ് മാധ്യമങ്ങളുടെ പൊള്ളത്തരം പുറത്തു വരുന്നത്? ജലീലിന്റെ പൊള്ളത്തരല്ലേ പുറത്തു വരിക? ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി തുറന്നു പറയണം എന്താണ് ഇതിൽ സംഭവിച്ചത്. മന്ത്രിക്ക് ഇതിൽ നിന്ന് സ്വർണത്തിന്റെ പങ്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്താം. ആ പണം ആർക്കൊക്കെ കൊടുത്തു? ഈ സ്വർണം എവിടെയാണ് വിറ്റത്? ഇത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണോ? അതല്ല എല്ലാവരും കൂടി ചേർന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനും മന്ത്രി ജയരാജന്റെ മകനും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാവരും കൂടി ചേർന്ന കൂട്ടുകച്ചവടമാണോ? മന്ത്രിക്ക് കുറ്റസമ്മതം നടത്താനും കുമ്പസരിക്കാനുമുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ്.
കാരണം വിശുദ്ധ ഖുർആനാണ് ഇപ്പൊ എതിരായി വന്നിരിക്കുന്നത്, എതിരായി സാക്ഷി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ മാപ്പു സാക്ഷിയാക്കാം. മുഖ്യമന്ത്രിയുടെ പായസത്തിന്റെ മേന്മ എന്ന് പറഞ്ഞ് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. മുഖ്യമന്ത്രി വിളിച്ചു, ഫോണിൽ വിളിച്ചു അത്ര. അതുകൊണ്ട് അദ്ദേഹം മഹാനാണ്, പായസത്തിന് വലിയ രുചിയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. ഇനി ഇത്തരം തട്ടിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. വരും ദിവസങ്ങളിലൊക്കെ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം എല്ലാ സമരങ്ങളും നടത്തും. ജലീലിനെ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തും. ജനാധിപത്യ മാർഗത്തിലുള്ള എല്ലാ സമരങ്ങളുമായി ഇനിയും വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. പ്രതിപക്ഷ സംഘടനകളുമായി യോജിച്ചും ഒറ്റക്കും ഒക്കെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നും കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ പോയി ഉന്നയിച്ച ആരോപണത്തിലടക്കം മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കണം. അതാണ് പറഞ്ഞിടത്തോളം കുടുങ്ങിയിട്ടുള്ളത്. കാരണം മന്ത്രിക്ക് അതറിയാം. മന്ത്രി പറയുന്നത് മുഴുവൻ അബദ്ധമാണ്. അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഒറ്റ മാധ്യമ പ്രവർത്തകർ സംസാരിച്ചതാണ്. എക്സ്ക്ലൂസീവായി ജലീൽ എഴുതി കൊടുത്ത ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നു, ജലീൽ എഴുതി കൊടുത്ത ഉത്തരം അതിനുള്ള കൂടെ ചേർക്കുന്നു. രണ്ടും തയ്യാറാക്കി ജലീൽ തന്നെ. അത് വായിച്ച ആർക്കും മനസ്സിലാവും. അതിനകത്ത് പോലും പെട്ടു. അപ്പൊ ഒരു കളവ് നടത്തിയാൽ ആ കളവിനെ ന്യായീകരിക്കാൻ എത്ര കള്ളം പറഞ്ഞാലും ആ കള്ളത്തിലെ കൊള്ളത്തരം പുറത്തു വരും. ആ കള്ളത്തരങ്ങളിലെ കൊള്ളത്തരാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. സ്ഥലം മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിട്ട് കോപ്പികൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ പ്രേരിപ്പിക്കുക, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് സർക്കാരിന്റെ കൂടെ നിൽക്കണം എന്നാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയത്. ചിലർക്ക് പല പദവികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ചിലരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കണം. ഈ ഉത്തരവ് റദ്ദ് ചെയ്യണം. ഈ 11-ാം തീയതിയിലെ ഉത്തരവ് റദ്ദ് ചെയ്യണം. ഈ ട്രാൻസ്ഫർ കുറെ ആളുകളുണ്ട്. കുറെ ആളുകളുടെ സ്ഥാനം മാറ്റി, തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റണം. എല്ലാ ഹെഡ് ഓഫീസിൽ നിന്ന് ജോലികളുടെ സുഗമമായ നടത്തിപ്പിന് ജീവനക്കാരെ പുനർവിന്യസിപ്പിക്കുന്നതാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവിറങ്ങിയത് 11/9/2020 ഈ വെള്ളിയാഴ്ച, ഇനിയാന്ന് 2 ദിവസം മുമ്പ്. ജലീലിനും ബിനീഷിനും ജെയ്സണും ഒക്കെ എന്താണ് താൻ എന്നേക്ക് നേടി കൊടുത്തതെന്ന് സ്വപ്നയോട് ചോദിച്ചറിയാൻ ഒരു അവസരമാക്കിയിട്ടാണോ? തീർച്ചയായിട്ടുമാണ്. അതായത് ഒന്ന്, ബിനീഷ് കൊടുത്ത മൊഴി പുറത്തു വന്നിട്ട് ബിനീഷ് പറയും എന്നോട് ഇന്നതൊക്കെയാണ് ചോദിച്ചത്. ആ വിവരങ്ങൾ സ്വപ്നക്ക് കൊടുക്കണം. ആ വിവരങ്ങൾ റമീസിന് കൊടുക്കണം. ഇവർക്ക് ആരെയാണ് ആവശ്യമുള്ളത്? അവർക്ക് ഇനി വയറുവേദന ആവും. ഇനിയും വയറുവേദന ഉണ്ടാവും. കാരണം ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചത് ഇപ്പൊ ജലീലിനോട് ചോദിച്ചതിന്റെ പേരിലാണോ റമീസിന് വയറുവേദന വന്നതെന്നുള്ളത് പരിശോധിക്കണം. കാരണം ബിനീഷിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ സ്വപ്നക്ക് വയറുവേദന, ജലീലിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ റമീസിന് വയറുവേദന. ഇനിയിപ്പോ ജയരാജന്റെ മകനെ വിളിപ്പിക്കും, അപ്പൊ വേറൊരാൾക്ക് വയറുവേദന വരും. അല്ലെങ്കിൽ ഇവർക്ക് തന്നെ വയറുവേദന വരും. ഇവര് തന്നെ മതിയൊന്നും അറിയാൻ വേണ്ടിയാണ് രണ്ടുപേരും ഇപ്പോ ഒരേ ആശുപത്രിയിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഈ വയറുവേദനയ്ക്കൊക്കെ ചികിത്സിക്കാനുള്ള സൗകര്യം ബിയു ജയിലുണ്ട്. അതായത് ബിയു ജയിലിൽ ഡോക്ടറുണ്ട്, അവിടെ ചികിത്സയുണ്ട്. നമ്മളൊക്കെ ജയിലിൽ കിടന്നാണ്. അതെ, സ്വപ്നക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ ബോർഡാണ് കണ്ടെത്തിയത്. ആ മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിട്ടും ജയിലിലേക്ക് അയച്ച ആളെ റബ്ബർ പന്ത് എറിഞ്ഞ മാതിരി തിരിച്ചു വരികയാണ്. അപ്പൊ മെഡിക്കൽ ബോർഡാണോ ഇത് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ജയിൽ അധികൃതരാണോ ഇത് തീരുമാനിക്കേണ്ടത്? ഇതിനകത്ത് ദുരൂഹതയുണ്ട്. തീർച്ചയായിട്ടും മന്ത്രി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ്. മന്ത്രി വർഗീയവൽക്കരിച്ച് മതവിശ്വാസികളുടെ വികാരത്തെ പരിചയാക്കി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് മതനേതാക്കളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഖുർആനെ ഇതിനകത്തേക്ക് വലിച്ചിഴച്ചത്. ഖുർആൻ ആരെങ്കിലും തള്ളി പറഞ്ഞു? ഒരാളും ഖുർആനെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. ഇതെന്തിനാണ് ഖുർആൻ ഇതിനകത്തേക്ക് വലിച്ചെടുക്കുന്നത്? ഖുർആന്റെ മറവിൽ സ്വർണ്ണം നടത്തിയതിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്. ഈ ഏതൊക്കെ മതനേതാക്കളെ
ഒരുവിധം ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല, കാരണം അത് ശരിയല്ല. പക്ഷെ വിളിച്ചു എന്ന് ഞാൻ പറയുമ്പോഴേക്ക് നിങ്ങൾ തന്നെ സമ്മതിച്ചു, അതാ ഒരു നേതാവ് പ്രതികരിച്ചിരിക്കുന്നു. അപ്പോ ആരെങ്കിലും വിളിച്ചു എന്നുള്ളത് ഞാൻ വ്യക്തമാക്കുന്നില്ല, പക്ഷെ സഹായം അഭ്യർത്ഥിക്കാണ്, കരയാണ്. ഖുർആൻ കൊണ്ടുവന്നതിന്റെ പേരിൽ രാജിവെക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് ചോദ്യം. ഖുർആൻ ഇതിലേക്ക് വലിച്ചെടുക്കുന്നതെന്നാണ് കാന്തപുരം പറഞ്ഞത്. ഇത് ഖുർആനെ വലിച്ചെടുക്കുന്നത് ജലീലാണ്. ഖുർആൻ ഇതിനകത്തേക്ക് വലിച്ചെടുക്കുന്നത് ജലീലാണ്. വിശ്വാസികൾ ഇതിനകത്തേക്ക് വലിച്ചെടുക്കുന്നത് ജലീലാണ്. അത് ജലീലിന്റെ ആവശ്യമാണ്. അപ്പൊ അത് വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വിശ്വാസികൾ രംഗത്ത് വരാത്തത്. അത് മതനേതാക്കളും മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സത്യം മാത്രമേ ജയിക്കുന്നു പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? പച്ച നുണ മാത്രം പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കുറച്ചൊരു ഉൾപ്പെടുന്നെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നുണ പറയാം, എന്നിട്ട് വൈകുന്നേരം പറയാം സത്യം മാത്രം ജയിക്കൂ? ഞങ്ങൾക്കും അതാ പറയണം, സത്യമേ ജയിക്കൂ. അത് ജലീലും മനസ്സിലാക്കണം. ജലീലിന്റേതായി വന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, അത് ശരിക്കും ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണോ? തീർച്ചയായിട്ടും മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് ശ്രീ പിണറായി വിജയനാണ്. ആ മാധ്യമ സിൻഡിക്കേറ്റിലെ പലരെയും അദ്ദേഹം വിലക്കെടുത്തു എന്നുള്ളതാണ് പിന്നീട് കേരളം കണ്ടത്. ആ മാധ്യമ സിൻഡിക്കേറ്റിലെ അംഗങ്ങളാണോ ഇപ്പൊ ജലീലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. ആര് ശ്രമിച്ചാലും രക്ഷപ്പെടില്ല, കാരണം തെളിവുകൾ അത്ര കൃത്യമാണ്. ഇനി ഈ കേസ് അട്ടിമറിക്കപ്പെടാതിരുന്നാൽ മതി. കാരണം ഇവരിപ്പോ പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലേ, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുമെന്നാണ്. ഇടപെടാൻ കഴിയും, അതാണ് കണ്ടത്. ജയിലിൽ കഴിയുന്ന ആളുകൾ എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തുന്നത്? ഇപ്പൊ നോക്കൂ, പെരിയ മർഡർ കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. അന്വേഷിക്കുന്നത് CBI, കേന്ദ്ര അന്വേഷണ ഏജൻസി. ഇതുവരെ ഫയൽ കൊടുത്തിട്ടില്ല. ഇപ്പൊ കേസിൽ ഇടപെടാൻ കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അതുപോലെ ഈ ജയിലിൽ കഴിയുന്ന സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയും, തെളിവ് നശിപ്പിക്കാൻ കഴിയും. ധാർമ്മികതയുടെ പേരിൽ മാത്രമല്ല മന്ത്രി ജലീൽ രാജിവെക്കണം എന്ന് പറയുന്നത്. ഈ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ അദ്ദേഹം മാറി നിൽക്കണം. ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. എന്നിട്ടും അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ അതൊരു നീക്കം നടത്താനോ ഒന്നും തയ്യാറാകുന്നതിനുണ്ടായിരുന്നു. രണ്ട് കാരണമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, മുഖ്യമന്ത്രിയും ഭയക്കുന്നുണ്ട് അന്വേഷണ ഏജൻസി നാളെ എന്റെ വീട്ടിലേക്ക് വരും. ഇപ്പോ ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞ കാരണം രണ്ട് കാരണമാണ്. ആ ഒരു കാരണം ഇപ്പൊ ഇവർക്ക് തിരിച്ചടിയായി. രണ്ട് കാരണങ്ങളിൽ ഒന്ന് സ്വപ്ന സുരേഷിന്റെ നിയമനമാണെങ്കിൽ, രണ്ടാമത്തെ കാരണം UAE കോൺസുലേറ്റുമായി ബന്ധമുണ്ടാക്കിയെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ജലീലിനെയും പുറത്താക്കേണ്ടതല്ലേ എന്ന ചോദ്യം വന്നപ്പോൾ ഈ സർക്കാർ പ്രതിക്കൂട്ടിലായി. ഇനി എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തതിന്റെ പേരിൽ മന്ത്രിയെ പുറത്താക്കിയാൽ നാളെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്താലോ, EP ജയരാജനെ ചോദ്യം ചെയ്താലോ? അത് ഭയന്നിട്ടാവണം ഒന്ന്. രണ്ടാമത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പ്രശംസിക്കാൻ ഒരാൾ വേണം, പുകഴ്ത്താൻ. പായസം നല്ല രസമുണ്ടായിരുന്നു, നിങ്ങൾ നല്ല മനുഷ്യനാണെന്നൊക്കെ പറയാൻ ഒരു വകുപ്പ്. കാരണം മന്ത്രിക്ക് പല വകുപ്പും കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മന്ത്രിയുടെ വകുപ്പ് പുകഴ്ത്തൽ വകുപ്പാണ്. പഴയ കൊട്ടാരം വിദൂഷകന്റെ പണിയാണ്. അല്ലാതെ ഒരു മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് പായസം കൊടുത്തത് വലിയ കാര്യമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പായസത്തിന്റെ രുചിയെ കുറിച്ച് പറയാം. മുഖ്യമന്ത്രി എന്നോട് കുശലാന്വേഷണം നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റോ വേറെ ഏതോ രാജ്യത്തെ ഭരണാധികാരിയോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു വേറെ രാജ്യത്തെ ഭരണാധികാരി കേരളത്തിലെ മന്ത്രിയുടെ കുശലാന്വേഷണം നടത്തി, അതൊരു വാർത്തയാണ്. ഒരു മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിലെ അംഗത്തോട് കുശലാന്വേഷണം നടത്തുന്നത് എങ്ങനെയാണ്? എനിക്ക് സ്നേഹസംബന്ധമായ വാക്കുകൾ എന്നൊക്കെയാണ്. സ്നേഹം, വസ്ത്രം, എന്തൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. തീരെ സംസാരിക്കുന്നുണ്ടാവില്ല അല്ലാത്ത സമയത്ത്. അതാണ് ഇനിയിപ്പോ അതാണെന്നുള്ളത് മന്ത്രി പറയട്ടെ. അദ്ദേഹം എന്തെങ്കിലും പായസം കൊടുത്താക്കുന്ന പോലെ വലിയ കാര്യമാണ്. ഇത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നുണ്ടോ? അങ്ങനെയാണോ ഇതിന്റെ അന്വേഷണം? ഉറപ്പല്ലേ? ഞാൻ ചോദിക്കുന്നത്, നേരത്തെ പലരും ഡിഫെൻഡ് ചെയ്ത് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശിവശങ്കർ അവിടുന്ന് അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നല്ലേ വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്നും അല്ലല്ലോ നിൽക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, മന്ത്രി EP ജയരാജന്റെ മകൻ, മന്ത്രി KT ജലീൽ. ഇതെല്ലാരെയും കോർത്ത് നക്കുന്ന കണ്ണിയുടെ തലപ്പത്ത് ഒരാളാണ്.
ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിയാതെ, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രക്ഷോഭിക്കുന്നത്. മുഖ്യമന്ത്രി കുറെ ദിവസം വേറൊരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. ക്ഷോഭമൊക്കെ കാശിക്ക് പോയതായിരുന്നു. അപ്പൊ അത് തിരിച്ചു വന്നു. കാരണം ഇനി ഡിഫൻസ് ഇല്ല. അപ്പൊ ഡിഫൻസ് ഇല്ലാതെ വരുമ്പോൾ പ്രകോപനം ഉണ്ടാവും. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പൊ പ്രകോപിക്കുകയാണ്, ക്ഷോഭിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അടക്കം ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവരെല്ലാവർക്കും പങ്കുണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടാവും. താങ്ക് യു.